الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى സാധുക്കളായ നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവന്റെ ഗുരുത്വത്തിലായി ദീനീ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രസങ്ങളെയും രുചികളെയും മുറിച്ച് കളയുന്ന, ഭേദിച്ച് കളയുന്ന മരണമാകുന്ന അനിഷേധ്യ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക, ഓർമ്മിക്കുക, അതിന്റെ സ്മരണ വർദ്ധിപ്പിക്കുക. മരണം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണല്ലോ. അജ്മഅത്തിൽ ഉമ്മ, എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു, മരണം ഉള്ളതാണ്. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ എന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് മരണം. എപ്പോഴും മരിക്കാം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരണസ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കുക. എപ്പോഴും ഞാൻ മരിക്കും, ഞാൻ മരിക്കും എന്ന ചിന്ത ഒരു വിശ്വാസിയെ സദാ പിന്തുടർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ആ മരണസ്മരണം ഉണ്ടായാൽ എന്താണ് നേട്ടം, ഫലം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഭൗതികമായ താല്പര്യങ്ങൾ കുറയും. മരിച്ചു പോകാനുള്ളതാണല്ലോ. ഞാൻ ഖുതുബയിൽ ഓതിയതാണ്. നമ്മുടെ മാതാപിതാക്കൾ എവിടെ, പൂർവികർ എവിടെ, സുഹൃത്തുക്കൾ എവിടെ? പലരും മരണപ്പെട്ടു പോയി. അവർ ഇവിടെ നിർമ്മിച്ച വലിയ സമുച്ചയങ്ങൾ, മണിമന്ദിരങ്ങൾ ബാക്കിയുണ്ട്. അവരുടെ മക്കളും ഭാര്യമാരും പലരും ബാക്കിയുണ്ട്. വലിയ ആസ്തികൾ ഇവിടെ മിച്ചമുണ്ട്. ഒന്നും അവർ കൊണ്ടുപോയില്ല. പോകുന്ന സമയത്ത് ആകെ കൊണ്ടുപോയത് 3 തുണിയാണ്, കഫൻ തുണി. അത് തന്നെ മുന്തിയത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളിടത്താണ് ഫിഖഹിന്റെ ചർച്ച. ഒരാൾ മരണപ്പെട്ടാൽ അയാൾ കുരുക്കുന്ന കഫൻ കുടവ. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. മരണപ്പെട്ടാൽ അപ്പോൾ തുണി ഷാപ്പിലേക്ക് പോകും. അവിടെ ഉണ്ടാകും നമുക്കുള്ള കഫൻ കുടവയൊക്കെ നേരത്തെ റെഡിയായിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ നടക്കുകയാണ്. ഒന്നരെ 21 സുഹൃത്ത് മരണപ്പെട്ടില്ലേ, അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. പരിപാലിച്ചതാണ്. 2 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. 2 മക്കളുടെ അറിവനുസരിച്ച് ഭാര്യ ഗർഭിണിയാണ്, മരണപ്പെട്ടു പോയി. അല്ലാഹു ആഖിറത്ത് വെളിച്ചമാക്കി കൊടുക്കട്ടെ. 2 ദിവസം മുമ്പ് അങ്ങനെ ഒരു ചിന്തയില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ മരണപ്പെട്ടു പോകുമ്പോ ആദ്യം കൊണ്ടുപോകുക 3 കഫൻ തുണിയാണ്. അത് തന്നെ പല ഇമാമുകളും പറയുന്നത് മുന്തിയത് കൊടുക്കേണ്ട, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പുതിയത് കൊണ്ട് കാര്യമുള്ളൂ. ഇത് മണ്ണിലേക്കല്ലേ പോകുന്നത്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ബലപ്പെടുത്തിയല്ല, മുന്തിയതായി പോകണം. കാരണം നാളെ പുനർജന്മം, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് ഏതൊരു വസ്ത്രത്തിലായിട്ടാണോ കഫൻ ചെയ്യപ്പെട്ടത്, ആ വസ്ത്രത്തിലായിട്ടാണ് ബഅ്സ് ഉണ്ടാകുക. അതുകൊണ്ട് നല്ലത് കൊടുത്തയക്കണം. ഏതായാലും പറഞ്ഞതിന്റെ ചുരുക്കം, എത്ര ഇവിടെ സമ്പാദിച്ചാലും മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്ന് പറഞ്ഞാൽ ലോകം മുഴുക്ക വെട്ടിപ്പിടിച്ചാലും സമ്പാദ്യ മുതലിൽ നിന്ന് 3 കിഫാന, അതുമാത്രമല്ല ഇതിലെപ്പോഴും വഹദാന. മണ്ണിന്റെ തലയിണ യാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്. തഴവ് പറഞ്ഞില്ലേ, സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫൻ കുടവ എന്നല്ല. ഖബറിൽ എപ്പോഴും ഏകാഗിയാണ്. അവിടെ ഒരാളും വരുന്നില്ല. ആരെയും ആ വഴിക്ക് കാണുന്നില്ല. വെള്ളിയാഴ്ച തട്ടിത്തിരിഞ്ഞ് ഒരാളങ്ങ് എത്തിപ്പെട്ടാൽ എത്തിപ്പെട്ടു. അത് നിങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും സിയാറത്തിന് പോകാത്ത ആൾക്ക് ഖബർ ഏതാണ്ട് തിരിച്ചറിയിക്കാം. പുറത്തുനിന്ന് വരുന്നാലും മതി, ഖബറിലേക്ക് വരുത്തുന്ന അത്ര ഒരു നേട്ടമില്ലെങ്കിലും പുറത്ത് വരുന്നാലും മതി. ഖബറിന്റെ പേരെഴുതൽ കറാഹത്താണെന്ന് മസലയുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ ഒന്ന് എഴുതാത്തത്. അതേസമയം കാലക്രമേണ ഖബർ സന്ദർശകർക്ക് ഖബറാളിയെ തിരിച്ചറിയാത്ത അവസ്ഥ വന്നാൽ പേരെഴുതൽ സുന്നത്താണെന്നാണ് നിയമം. അങ്ങനെ ഒരുപാട് ഇമാമുകൾ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലേക്ക് എല്ലാ ഖബറിൻ പുറത്തും പേരുണ്ടാവും. രണ്ടിനും മസാലുണ്ട്.
ഇരിക്കട്ടെ. അപ്പൊ അതാണ് നമ്മളവിടെ ഏകാഗിയാണ് എന്നല്ല, ഞെരുക്കത്തിനാൽ ഒരു ഭിത്തിയാണ് അതിനുള്ളത്. എത്ര ഒരു ഖബറിന്റെ ആഴവും അതിന്റെ വീതിയൊക്കെ എത്ര ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ടല്ലോ, 6 അടി എന്ന് പറയും. അതേ സമയത്ത് ആ മയ്യത്ത് കടത്തിയാൽ പിന്നെ തിരിയാനും പറയാനും സ്ഥലമല്ല. ആ രീതിയിലുള്ള ഞെരുക്കമുള്ള ഇടമാണ് ഖബർ എന്ന് പറയും. ഈ ചിന്ത മനുഷ്യരില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുബ്ഹി നിസ്കരിച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്ക്കാരൻ കഴിഞ്ഞാൽ വലതു ഭാഗത്തിന്മേൽ ഇങ്ങനെ ഖിബിലയിലേക്ക് ചെരിഞ്ഞ് കിടക്കൽ സുന്നത്ത്. ആ കിടത്തം എന്തിനാണ്? ഖബറിൽ ഈ കിടത്തം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കിടത്തം ഓർമ്മിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ദിനം ആരംഭിക്കുന്നത്. പിന്നെ അവൻ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കൂല, കളവ് പറയൂല, ഒരാളെയും വേദനിപ്പിക്കൂല. കാരണം മരിക്കണം എന്നുള്ള ചിന്തയിലാണ് ദിനം ആരംഭിക്കുന്നത്. ഇരിക്കട്ടെ. അപ്പൊ ഏതായാലും മരണം എന്ന് പറയുന്ന അനിഷേധ്യമായൊരു പ്രതിഭാസം കൂടെയുണ്ട്. കഫാബിൽ മൗതി വാഹിദ, ഒരു മനുഷ്യന് ഏറ്റവും വലിയ വാഹിദ്, ഉത്ബോധകം എന്ന് പറഞ്ഞാൽ കുറെ വഴന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല. മരണം കണ്ടാൽ മതി. ഇപ്പൊ ഇന്നലത്തെ മരണം നമ്മൾ കണ്ടില്ലേ, ഇത്ര പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. ഈ മരണം നമുക്കൊക്കെ ഉള്ളതാണ്. ആ രീതിയിൽ നമ്മൾ എന്തു ചെയ്യണം? മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. എങ്ങനെ തയ്യാറെടുക്കുക? നിഷ്കളങ്കമായ തൗബയുണ്ടാവണം. എപ്പോഴും മരിക്കാം, എവിടെ വെച്ചും മരിക്കാം. ഒരാളോടും യാത്ര പറയാനൊന്നും സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. എത്ര ഉള്ളുരക്കുന്ന മരണവാർത്തകളുണ്ട്. അപ്പൊ ആ മരണത്തിന് വേണ്ടി തയ്യാറാകാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ ചിന്ത സദാ ഖൽബിലുണ്ടാകുമ്പോൾ അസൂയ ഉണ്ടാകൂല. മഹാന്മാരും പറയാണ്, ഖല്ല ഹസദുഹു, അസൂയ കുറയും, ദുനിയാവിനോടുള്ള താല്പര്യം കുറയും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 2ാമത്തെ ഖലീഫയിലെ നമ്മൾ തർവീയത്ത് ചൊല്ലിയ ഖുതുബയിൽ മഹാനവറുകൾ ഒരാളെ കൂലിക്ക് നിശ്ചയിച്ചിരുന്നു എന്തിനു വേണ്ടി? ഉമറേ നിങ്ങൾ മരിക്കും, ഉമറേ നിങ്ങൾ മരിക്കും, ഉമറേ നിങ്ങൾ മരിക്കും എന്ന് മഹാനവറുകളെ സദാ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ആളാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരാളെയും സ്വർഗത്തിക്കാക്കാനും നരകത്തിക്കാക്കാനും നമുക്ക് വകുപ്പില്ല. നബിതങ്ങളെ നാക്ക് കൊണ്ട് ഇന്നയാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ്. അതല്ലെങ്കിൽ മുഅ്മിനീങ്ങളൊക്കെ സ്വർഗത്തിലാന്ന് പറയാം. ഇന്നയാൾ സ്വർഗത്തിലാണ്, ഇന്നയാൾ, അങ്ങനെ പറയാൻ പറ്റൂല. പറയാൻ പറ്റുന്നവരിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ എന്ത് ചെയ്തു? ഒരാളെ കൂലിക്ക് നിശ്ചയിച്ചു. എന്താ പരിപാടി? ഉമറേ നിങ്ങൾ മരിക്കും, ഉമറേ നിങ്ങൾ മരിക്കും എന്നിങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. ഒരു ദിവസം ഇങ്ങനെ നോക്കുന്ന സമയത്ത് താടിയിലെ ഒരു രോമം വെളുത്തിരിക്കുന്നു, നിറം മാറിയിരിക്കുന്നു. ഉമർ എന്നവർ പറഞ്ഞു, മതി, ഇനി നിങ്ങളെ സഹായം ആവശ്യമില്ല. കഫാ ബിശ്ശൈബി മുൻദിറ, നിര മതി. ഈ നിര ഒരു കൂട്ടം പഴങ്ങനെ നിൽക്കുന്ന സമയത്ത് മാമ്പഴങ്ങനെ നിൽക്കുകയാണ്. അതിലൊന്ന് നിറം മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാകാം? വീഴാനായിട്ടുണ്ട് എന്ന് മനസ്സിലായില്ലേ? വീഴാനായിട്ടുണ്ട്. അതേ രീതിയിൽ ഉഴമ്പറന്നവരുടെ ഇന്ന് മരണത്തിന് പ്രായം കണക്കൊന്നുമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ പൊതുവിന് പ്രായമായ ചിന്തിക്കണ്ടേ, പോകാനായിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ചിന്തയോടുകൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എപ്പോഴും മരിക്കാം. അതിനെന്തു ചെയ്യണം? അല്ലാഹു തന്ന ഈ ആയുസ് ഖബറിൽ പോയി കിടന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളും ആ വഴിക്കുണ്ടാവൂല, ഒരാളും ഉണ്ടാവൂല. ചുടുകാട്ടിലാണവർ താമസം അറിഞ്ഞില്ലേ, കാട്ടിക്കലിന്നവിടാണതത്ഭുതമല്ലേ. ബാപ്പാന്റെ ഖബറിൽ ആ കുറുക്കൻ കാട്ടിക്കുന്നത്, മൂത്രൊഴിക്കുന്നത് ഒരാൾക്കും പരാതിയില്ല. അത് നോക്കാൻ നമ്മളാരോടെ പോയിരിക്കുന്നില്ല, ആരോ വഴിക്ക് പോകൂല. അപ്പൊ അവനാൻ എന്ത് ചെയ്തു, അവനവൻ എന്ത് ചെയ്തു, അത് നാളെ ഖബറിലുണ്ടാവും. എന്നിട്ട് ഇന്നലെ എന്നോട് ഒരാൾ പറയണം, എത്ര മരണം നമ്മൾ കേൾക്കുന്നത്, വല്ല മാറ്റമുണ്ടോ? സ്റ്റാറ്റസിലുണ്ടാവും ഇന്നാലില്ലാഹി സുന്നത്തന്നെ, അങ്ങനെ പറയുന്ന സുന്നത്തന്നെ. സ്റ്റിക്കർ ഇട്ടുള്ള സുന്നത്ത് കിട്ടൂല, നാവും കൊണ്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന സുന്നത്താണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട് അറിയിക്കാൻ വേണ്ടി സ്റ്റിക്കർ ഇടാം. അതല്ലാതെ ഒരു ഗ്രൂപ്പിൽ ഒരാൾ മരണവാർത്ത അറിഞ്ഞാൽ ഇങ്ങനെ നിരത്തി എഴുതി വിട്ടുകൊണ്ട് അത് ചൊല്ലിയ സുന്നത്ത് കിട്ടൂല. ഖൗലിയായ സംഗതികളൊക്കെ അങ്ങനെ സ്വന്തം തടി കേൾക്കും. ഇതെന്ത് ചെയ്യണം? പറയണം. നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതണ്ടേ? ആ ഫാത്തിഹ ഓതുമ്പോൾ സ്വന്തം തടി കേൾക്കണം. എന്നാലേ അത് ഊതിയതായിട്ട് കൂട്ടൂല, അതൊക്കെ ഊതിയതായിട്ട് കൂട്ടൂല. അത് ഖൗലിയായ വാചികമായി പറയേണ്ട ഏതും അങ്ങനെ തന്നെ. അപ്പൊ സ്റ്റാറ്റസിലൊക്കെ മരണ വാർത്തകളുണ്ട്. പക്ഷേ കഫാബിൽ മൗതി വാഹിദ, ഏതെങ്കിലും ഒരു മരണം നമ്മുടെ ഉള്ളിലെച്ചോ, നമുക്കും മരിക്കാനുണ്ടല്ലോ എന്നുള്ള ചിന്തയുണ്ടല്ലോ, അത് വന്നിട്ടില്ല. ജുമുഅക്ക് ഇപ്പോഴും നമ്മൾ നേരത്തെ പള്ളിയിലെത്തുന്നില്ല. എന്താ വെള്ളിയാഴ്ചയെങ്കിലും ഒരു ദിവസം നേരത്തെ നമുക്കൊന്ന് പള്ളിയിൽ വന്ന് ഒരു സൂറത്തുൽ കഹ്ഫ് ഓതി കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി 2 റക്അത്ത് ദുഹാ നിസ്കാരമൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ ഇരുന്നാൽ
ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് ഒരു 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പഠിച്ചോനെ. ഇനി അവസരമല്ല. അത് തക്ലീഫിന്റെ ലോകമല്ല. ഇനി ചെയ്തത് മേടിക്കാനുള്ള സ്ഥലമാണ്. ഇപ്പൊ മനുഷ്യന് അതൊന്നും ചെയ്യൂല. അത് നമ്മൾ വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂന. ആ സൂറത്തുൽ മുനാഫിഖൂനയിൽ സാധാരണ ഓതുന്ന ഒരു ആയത്താണെന്ത്? എന്താ? അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ ഇത് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം എത്തുന്നതിന്റെ മുമ്പ് ചെലവഴിച്ചോ. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ, കുറഞ്ഞ സമയം നീ എന്നെ ഒന്ന് ഇവിടെ ബാക്കി വെച്ചാൽ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, ഞാൻ സ്വാലിഹായിക്കൊള്ളാം. മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ ഇയാൾ കെഞ്ചിയാണ്. ഇനി അവസരമല്ല. അപ്പൊ ജീവിക്കുന്ന കാലത്ത് ഇതിനൊന്നും ബോധമല്ല. ഒരു മരണവും നമുക്ക് മുൻതിറാകുന്നില്ല, വാഹിദാകുന്നില്ല. ഇബ്നു ഉമർ തങ്ങളെ ചുമലിൽ തട്ടി നബി തങ്ങൾ പറഞ്ഞു, ഇബ്നു ഉമറേ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാകണം. നമ്മളിവിടെ പല സുഹൃത്തുക്കളും പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നു. അല്ലാഹു അവർക്കൊക്കെ ഖൈർ നൽകട്ടെ. അവരൊരിക്കലും അവിടെ വീട് കെട്ടി താമസിക്കാൻ പോയതല്ല. ലീവ് കിട്ടി അപ്പ ഇവിടെ വരണം എന്നാ ഓരോ ചിന്ത. ഒരു സമയം കിട്ടിയാൽ വീഡിയോ കോൾ ചെയ്തു മക്കളെ കണ്ടു, ഭാര്യയെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു. എപ്പോഴും നാട് നാട് എന്നുള്ള ചിന്തയാണ്. വിദേശിയുടെ സ്വഭാവം ഇവിടെ ഇങ്ങനെ വീട് കെട്ടി നാട് കെട്ടി താമസിക്കുക എന്നല്ലല്ലോ. അയാൾ അവിടെ ജോലിക്ക് പോയതാ, വേഗം നാടണയണം. നമ്മുടെ നാട് സ്വർഗ, അങ്ങോട്ട് വേഗം പോകാണ്ട് ആ പോകുന്ന വഴിക്കൊന്നും ഇവിടെ ഇറങ്ങിയാലേ നമ്മൾ അതിലൊക്കെ വഴിയാത്രക്കാരനെ പോലെയാകുക. കോഴിക്കോട്ടേക്ക് പോകുന്നതാണ് അയാൾ. കണ്ണൂരും തലശ്ശേരിക്കും വടകരയും മാഹിയും പയ്യോളിയും കൊയിലാണ്ടിക്കും പോകണം. അവിടെ ചായടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ കൂടെ പറയാൻ പറ്റൂ. അയാൾക്ക് പോകേണ്ടത് കോഴിക്കോട്ടേക്കാണ്. പോകുന്ന വഴിക്ക് നിന്ന് പാസ് ചെയ്തു പോയതാണ്. ഈ ചിന്ത മനസ്സിലുണ്ടാവണം. ബഹളമായെങ്കിലും ഇങ്ങനെ കൂടി നമ്മുടെ ആഖിറം തൊലച്ച് കളയണ്ട. ഖബറി കിടക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാളെയും പ്രതീക്ഷിക്കണ്ട, ആരെയും കാക്കും വേണ്ട. അപ്പൊ അതിനെന്ത് ചെയ്യണം? ജമാഅത്തിൽ കൃത്യമായി നമ്മൾ സംബന്ധിക്കണം. ഒറ്റ നിസ്കാരം ഖളാഅക്കാതെ നിർവഹിക്കണം. മുമ്പും പിമ്പുമുള്ള റവാത്തിബ് നിസ്കരിക്കണം. ആഴ്ചപ്പടക്ക വെള്ളിയാഴ്ച സ്വലാത്തില്ലേ, വെള്ളിയാഴ്ച രാവിലെ ഒരു 300 സ്വലാത്ത് സംഘടിച്ച് ചെല്ലുക എന്തൊരു വലിയ അമല. ഒരുപാട് ആളുകളുണ്ട്, എന്നാലും ഇനിയും കുറെ ആളുകൾ എത്തിപ്പെടാനുണ്ടല്ലോ. അതിനേക്കാൾ വലിയ എന്ത് പണിയാണ് ഇവർക്കുള്ളത് എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ജീവിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മരണപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നലെ മരണപ്പെട്ടു പോയ സഹോദരൻ